ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ജോബിനെ പറ്റിയിട്ടാണ്. എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിംഗിൽ ടാലി എന്താണ്, GST എന്താണ്, എക്സൽ എന്താണ്, ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അക്കൗണ്ടിംഗിന്റെ ടാലി, GST ആൻഡ് എക്സൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഒരു പെർമനന്റ് ജോബാണ്. ആ ഒരു കമ്പനിയിൽ നിന്ന് ആരൊക്കെ പറഞ്ഞു വിട്ടാലും അക്കൗണ്ടിംഗ് ജോലി ചെയ്യുന്ന ഒരുത്തനെ പോലും പറഞ്ഞു വിടത്തില്ല. കാരണം ആ ഒരു കമ്പനിയുടെ വരവ്, ചെലവ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവരാണ് പ്രോപ്പർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒബ്വിയസ്ലി അക്കൗണ്ടിംഗ് ജോലി ചെയ്യാനായിട്ട് ഒരു ഫ്രഷേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ടിംഗ് ജോലി ചെയ്യാനായിട്ട് അറിയത്തില്ല. ബിക്കോസ് അവരൊരു ഫ്രഷറാണ്. അവർക്കൊരു 100-ൽ 80% തിയറി അറിയാം, 20% പ്രാക്ടിക്കൽ അറിയാം. ഈ തിയറിയും ഈ 20% പ്രാക്ടിക്കൽ വെച്ച് നമുക്കൊരു ജോലിയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അക്കൗണ്ടിംഗ് ജോലിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അക്കൗണ്ടിംഗിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയയും കാര്യങ്ങളും ഓൾറെഡി വേണം. ഒരു അക്കൗണ്ടിംഗ് കമ്പനിയിൽ ചെയ്യുന്ന ജോലി ആയിരിക്കില്ല രണ്ടാമത്തെ അക്കൗണ്ടിംഗ് കമ്പനിയിൽ ചെയ്യുന്നത്, മൂന്നാമത്തെ അക്കൗണ്ടിംഗ് കമ്പനിയിൽ ചെയ്യുന്ന ജോലി ആയിരിക്കില്ല നാലാമതിൽ ചെയ്യുന്നത്. ഏതൊക്കെ വർക്ക് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയൊക്കെ ഓൾറെഡി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി വേണം. ഒരു അക്കൗണ്ടിംഗ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേംസ് എടുത്ത് നോക്കുവാണെങ്കിലും പബ്ലിക് ഫേം എടുത്ത് നോക്കുവാണെങ്കിലും, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ SBI, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, HDC ബാങ്ക്, ICC ബാങ്ക്, ഇതുപോലെ തന്നെ നിരവധി ബാങ്കിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഫീൽഡ് എടുത്ത് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു IT ഫീൽഡ് എടുത്ത് നോക്കുവാണെങ്കിലും, ഒരു കോളേജ് എടുത്ത് നോക്കിയാലും, ഒരു സ്കൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ചെറിയ കമ്പനി തൊട്ട് വലിയ കമ്പനി വരെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അക്കൗണ്ടിംഗ് ജോബ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ജോബാണ്. അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ടന്റിന് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 2.5 lakh തൊട്ടാണ് സ്റ്റാർട്ടിംഗ് സാലറി ഓൾറെഡി ലഭിക്കുന്നത്. നല്ല കമ്പനീസ് ഒക്കെ ഓൾറെഡി 3 lakh തൊട്ട് സ്റ്റാർട്ടിംഗ് സാലറി അറൌണ്ട് ഓൾറെഡി മന്ത്ലി അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ അക്കൗണ്ട്സിന്റെ നമ്പേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ പേറോൾ ആയിട്ട് വരുന്ന പ്രോസസിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ GST എങ്ങനെ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് ഓൾറെഡി ചെയ്യാനായിട്ട് പറ്റും, അതിന്റെ ടാക്സ് എന്തൊക്കെയാണ്, കോംപ്ലിയൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. ധാരാളം നല്ലൊരു ഫീൽഡാണ് അക്കൗണ്ടിംഗ് ജോബ് എന്ന് പറയുന്നത്. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങൾക്ക് ഒബ്വിയസ്ലി തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടിംഗ് ജോബ് ഓൾറെഡി എടുക്കാവുന്നതാണ്. അക്കൗണ്ടിംഗ് ജോബിനകത്ത് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഒരു 18,000 രൂപ തൊട്ട് ഒരു 23,000 രൂപ വരെ കിട്ടുന്നുണ്ട്. 1 year എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു 23,000 രൂപ തൊട്ട് ഈ പറഞ്ഞ പോലെ ഒരു 30,000 രൂപ കിട്ടുന്നുണ്ട്. 2 വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ 35,000 രൂപ തൊട്ട് ഒരു 45,000 രൂപ ഓൾറെഡി സാലറി ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഫീൽഡാണ്, നല്ലൊരു ജോബാണ് അക്കൗണ്ടിംഗ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരു പ്യുവർ ഒരു അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കമ്പനിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ രണ്ടല്ല വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ലാൻസർ ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഏത് ഫീൽഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അക്കൗണ്ടിംഗ് ജോബ് എന്ന് പറയുന്നത്. ഇതാണ് പ്രോപ്പർ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.